മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആഘോഷമില്ലാതെ നടത്താൻ ആലോചന. ഇക്കാര്യത്തിൽ ദേവസ്വം വകുപ്പ് നാളെ യോഗം ചേരുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ പ്രതികരിച്ചു. പൂരത്തിന് വെടിക്കെട്ട് ഒഴിവാക്കാൻ തയ്യാറെന്നാണ് തിരുവമ്പാടിയുടെ നിലപാട്. പൂരം എങ്ങനെ നടത്തണമെന്നതിൽ നാളെ നിർണായക തീരുമാനം. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാകും തീരുമാനമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. തിരുവമ്പാടിയും പാറമേക്കാവും രണ്ട് ഗ്രൂപ്പാണ് ഈ വെടിക്കെട്ടുകളുടെ എല്ലാം ചുമതലയേറ്റ് പൂരത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത്. നാളെ കൂടുന്ന മീറ്റിംഗ് എത്തുമ്പോഴേക്ക് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു സമവായം കണ്ടെത്തി ആ കാര്യത്തെ സംബന്ധിച്ചോളം നമുക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഹാരം ഉണ്ടാവും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. പൂരം നടത്തിപ്പിൽ ജനവികാരം കണക്കിലെടുക്കുമെന്നും സർക്കാർ തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്നും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ, അല്ലേ? ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ ഒരു വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത്, ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പോലീസും സർക്കാരും ഒക്കെ ആലോചിച്ച്, മന്ത്രിമാരൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് അടുത്തൊരു നടപടി ഉണ്ടാവുള്ളൂ. പൂരം നടത്തിപ്പിൽ ആലോചിച്ച് തീരുമാനമെന്ന തൃശൂർ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചാണ് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. വളരെ പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞതായി കേട്ടിട്ടുള്ളത് കരിയും വേണ്ട, കരിമരുന്നും വേണ്ട ഉത്സവങ്ങൾക്ക് എന്നാണ്. അദ്ദേഹം പലതും മഹത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്പലങ്ങൾ ആവശ്യത്തിനുണ്ടായി കഴിഞ്ഞു, ഇനി വേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അമ്പലങ്ങൾ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല. വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനുമെതിരെ BJP നേതാവ് R ശ്രീലേഖ രംഗത്തു വന്നു. ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. പൂരം ചടങ്ങു മാത്രമായി നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.